ഹലോ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താ വെച്ചാൽ നല്ല സന്തോഷത്തിലാണ് കേട്ടോ, വളരെ സന്തോഷത്തിലാണ്. കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സംഭവമാണ് ഇപ്പം നടന്നിട്ടുള്ളത്. ഒരു വണ്ടി എടുത്തു. കുറേ കാലമായി ഇങ്ങനെ അമ്മോൻ്റെ വണ്ടിയൊക്കെ ആയിരുന്നു എടുത്ത് പോയിരുന്നത്. സ്വന്തമായിട്ട് വണ്ടി ഇല്ലായിരുന്നു. വീട്ടിലേക്കൊരു വണ്ടി എന്തായാലും അത്യാവശ്യമായിരുന്നു. ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പോകണമെങ്കിൽ അതൊക്കെ കുറേ റിസ്ക് ആയിരുന്നു. എന്തായാലും നോക്കിയില്ല. ഇപ്പോൾ പണിയൊക്കെ ആയി. ഞാനിപ്പോൾ ദാ ഫോക്കസ് മോട്ടോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ കേട്ടോ വണ്ടിയൊക്കെ എടുത്തത്. അതിൻ്റെ ഒരു ഡെലിവറി വീഡിയോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അന്ന് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ മഴയും കാര്യങ്ങളും, പിന്നെ ഇങ്ങനെ ഒരു ഇൻട്രോക്ക് ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ നാട്ടിലല്ലായിരുന്നു, ഉപ്പ കുറ്റിയാടിയായിരുന്നു. അതുകൊണ്ട് ഉപ്പാക്കും വരാൻ പറ്റിയിട്ടില്ല. ഉമ്മയും താത്ത അനിയത്തി അവരൊക്കെ ആയിരുന്നു കൂടെ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അറിയിക്കാന്നുള്ള രീതിയിലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. എന്തായാലും ജസ്റ്റ് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുവരാം കേട്ടോ. ഹലോ, ഞങ്ങൾ പോയിട്ട് വരാം. ആ വീഡിയോ കേക്കുന്നില്ലപ്പാ. കമ്പിയും കൊണ്ട് പോവുകയാണെന്ന്. എന്നാ ഞങ്ങള് പോയി വരാം. ഇൻഷാല്ലാ നിങ്ങൾ വന്നിട്ട് നമ്മക്ക് ഒരു ട്രിപ്പ് പോണം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി എത്തി. പോവല്ലമ്മ. വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നത്. ഇതാണ് ഞങ്ങളെ ബോസ് അസാക്ക സാറാണ്. എനിക്ക് വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നെ കേട്ടോ. പിന്നെ എനിക്ക് നല്ലൊരു വണ്ടി വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഭയങ്കര അത്യാവശ്യമായിരുന്നു വണ്ടി. വീട്ടിലൊരു വണ്ടി നിർബന്ധമായിരുന്നു. ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് പോകണമെങ്കിലും ഹോസ്പിറ്റൽ കേസിനൊക്കെ പോകണമെങ്കിൽ ഒരു വണ്ടി എന്തായാലും നിർബന്ധമായിരുന്നു. നിങ്ങൾ എന്നോട് കുറേ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഫോക്കസ് മോട്ടോഴ്സിനെ കുറിച്ച് പറയാം നമുക്ക്. ഫോക്കസ് മോട്ടോഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ യൂസ്ഡ് കാർസാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു ധൈര്യമായിട്ട് പോരും. നമ്മൾ ഫോക്കസ് മോട്ടോഴ്സിൽ നിന്ന് വണ്ടി എടുക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് വണ്ടി എടുക്കുന്നവർക്ക് ഇനിയിപ്പോൾ അഥവാ അത് വിൽക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം അല്ലേ. ബൈബാക്ക് ഗ്യാരണ്ടിയാണ്. ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. ഇനിയിപ്പോൾ നിങ്ങൾ പ്രവാസികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കൊടുക്കുന്ന സമയത്ത് എന്തായാലും വില കുറച്ചല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ധൃതി കൂട്ടി വിൽക്കണ്ട. നമുക്ക് നല്ല റേറ്റിൽ തന്നെ മാക്സിമം വില ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും. ഫിനാൻസ് ആണെങ്കിലും ഫിനാൻസ് ചെയ്യാം. അതൊക്കെ ഇപ്പോൾ ഞാൻ ഫിനാൻസിലായിട്ട് എടുത്തിട്ട് റെഡി ക്യാഷ് ഒന്നല്ല. പൈസ ഇഷ്ടം പോലെ ഉണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഫിനാൻസിലായിട്ട് എടുത്തേ. അപ്പോൾ ഇനി ഏത് ടൈപ്പ് ഫിനാൻസ് ആണെങ്കിലും അല്ലേ, ബാങ്ക് 18ഓളം ബാങ്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിലൊന്നും ബേജാറാവണ്ട. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്തോളൂ, എൻ്റെ പേര് പറഞ്ഞിട്ട് എങ്ങനെ നല്ല പരിഗണന ഇവിടെ ഉണ്ടാവും. എൻ്റെ സ്ഥാപനം പോലെ തന്നെ ആയിക്കോട്ടെ. പിന്നെ വിലയാണോ ഉദ്ദേശിച്ചത്? വില മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കല്ലേ, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഇൻഷാ അല്ലാ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ തന്നെ ഉള്ളൂ. നമ്മൾ അല്ലാതെ ചെയ്യലില്ല. ക്വാളിറ്റി വണ്ടികൾ മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരിയാക്കി കൊടുക്കുന്ന കേസുകളൊക്കെ ഉണ്ടാവും. മനുഷ്യനാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും നമുക്കിപ്പോൾ എന്താ എപ്പോൾ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഒരുവിധം ഇപ്പോൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഹനം എടുക്കുന്നത്. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ വാറണ്ടിയിലാണ് കൊടുക്കുന്നത്. ഒരു ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. ഒരാളുടെ ഒരു വണ്ടി കൊണ്ടുപോയി നമ്മൾ 5000 മുതൽ 10000 കിലോമീറ്റർ വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 6 മാസം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓൾ കേരള സെക്കൻഡ്സ് വാഹനങ്ങൾക്ക് 1-2 കമ്പനി മാത്രമേ കൊടുക്കുന്നുള്ളൂ, ആരും കൊടുക്കുന്നില്ല. ഇന്ന് ക്യാഷ് വാങ്ങി ആ ഷോറൂം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് വാഹനം എടുത്ത്
ആ പൈസ കൈമാറി കഴിഞ്ഞാൽ പിന്നെ അവരോട് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമുണ്ടല്ലോ. പക്ഷെ ഫോക്കസിൽ അങ്ങനെയല്ല. ഫോക്കസിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോക്കസിൽ നമുക്ക് ചെയ്ത് കൊടുക്കും. എന്നാലും ഓലായിട്ട് ബന്ധം ഉണ്ടാവും. ഒരു വണ്ടി ഇവിടുന്ന് അവർക്ക് ആ വണ്ടി തിരിച്ച് കൊടുക്കുന്നത് വരെ അല്ലെങ്കിൽ ആ വണ്ടി ഉപയോഗം കഴിയുന്നത് വരെ ഫോക്കസ് മോട്ടോഴ്സ് ഉള്ളിടത്തോളം കാലം നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതിപ്പോൾ ഇനി പർച്ചേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് എടുക്കുന്ന വണ്ടികളാണെങ്കിൽ ഒരു 16-ൻ്റെ ബാക്കൊക്കെയുള്ള വണ്ടികൾ അധികം നമ്മൾ 16-ൻ്റെ താഴെയുള്ള വണ്ടികൾ കുറവായിരിക്കും പർച്ചേസ്. കാരണം ഈ പഴക്കം കൂടുന്തോറും എന്തായാലും കംപ്ലയിൻറ്റ്സ് അധികം വരും. നമുക്ക് കൊടുക്കുന്ന വണ്ടികൾ അത്രയും ക്വാളിറ്റി വണ്ടികൾ കൊടുക്കുക എന്നുള്ളതുകൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഒരു വണ്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ. ഒരുപാട് ആളുകൾക്ക് വാഹനങ്ങൾ കൊടുക്കാനുണ്ടാവും, വാങ്ങുമ്പോൾ തന്നെ കൊടുക്കാനുണ്ടാവും. ഫോക്കസ് മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടാൽ അത് മാക്സിമം വിലയിൽ നമുക്ക് അവരിൽ നിന്ന് വാങ്ങാനുള്ള സൗകര്യവും അല്ലാത്ത പിന്നെ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. വിൻഷാദിൻ്റെ അടുത്ത് പിന്നെ വിൻഷാദ് ഇവിടെ കയറിയിട്ട് ഏകദേശം 2 months ആവുന്നുള്ളൂ. പക്ഷെ അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വണ്ടിയുടെ. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളുള്ളൊരു വ്യക്തിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്ക് പോകാനും അമ്മാവനും വണ്ടിയൊക്കെ ആയിരുന്നു നിർത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികങ്ങളായിട്ട് ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ എന്നും സ്ഥിരമായിട്ട് ചോദിക്കുമ്പോൾ വിൻഷാദിനൊരു പ്രയാസമാണ്, അമ്മാവന് പ്രയാസം ഉണ്ടെന്നല്ലായിരുന്നു. അപ്പോൾ വിൻഷാദ് അതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നല്ലൊരു ഓപ്ഷൻ, നല്ലൊരു വാഹനവും വിൻഷാദിന് നല്ലൊരു വണ്ടി കിട്ടിയപ്പോൾ അതന്നെ എടുത്ത് ഒപ്പിച്ച് തന്ന വണ്ടി 2 പരിപാടിക്ക് പോവുകയും ചെയ്തു. എടുത്ത പിറ്റേ ദിവസം തന്നെ പോയി. പരിപാടിക്ക് പോയി, ഫാമിലി ആയിട്ട് വന്ന് പരിപാടിക്ക് പോയി. എന്തായാലും റാഹത്തായി, അൽഹംദുലില്ലാ ഖൈറാണ്. പിന്നെ ഫിനാൻസ് കൊണ്ടത് ഞാൻ പറഞ്ഞല്ലോ, പൈസ ഇല്ലായിട്ടൊന്നുമല്ല, പൈസ ആയിട്ടുണ്ട്, പൈസ ഇല്ലായിട്ടൊന്നുമില്ല. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. വീട് പണി നടക്കുന്നുണ്ട്. ഏതായാലും ആളെ സന്തോഷമാണ്. ഒരുപാട് പ്രയാസപ്പെട്ടിരുന്ന ആളാ. എന്തായാലും എല്ലാവർക്കും ജീവിതത്തിൽ ഉയരാൻ കഴിയട്ടെ, എല്ലാവർക്കും ജീവിതത്തിൽ ഉയരാൻ കഴിയട്ടെ, ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. നിങ്ങൾ പിന്നെ ബിൻഷാ നേരത്തെ പറഞ്ഞ വാഹനങ്ങൾ കൊടുക്കാണ്ടെങ്കിലും വാങ്ങാണ്ടെങ്കിലും നിങ്ങൾ ബിൻഷാന്റെ കെയർ ഓഫിൽ വരികയാണെങ്കിലും അല്ലെങ്കിലും ബിൻഷാന്റെ കെയർ ഓഫിൽ പ്രത്യേക ഒരു പരിഗണന മോന് അത് എന്തായാലും കൊടുക്കാൻ വേണ്ടി എപ്പോഴും പറയുന്നത്. ബിൻഷാവിടെ ഫുൾ ടൈം ഇവിടെ ഏകദേശം ഉണ്ടാവും, ഓഫീസ് ടൈമിൽ ഉണ്ടാവും. അപ്പൊ എന്തായാലും ബിൻഷാനെ കണ്ടാൽ മതി. അപ്പൊ ഓനെന്നെ പിന്നെ വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ഓനെന്നെ ഓളിനോളാണ് ഇപ്പോൾ ഇവിടുത്തെ. ഇൻഷാ അല്ലാ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നുള്ളൂ, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇന്ന് എന്താ വെച്ചാൽ എനിക്ക് അത്രയും സന്തോഷമുള്ളൊരു ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ച്. ഞാനും ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം. ജീവിതത്തിൽ എല്ലാവരും പിന്നെ ഒരു ആഗ്രഹമാണ് ഒരു വാഹനം, വസ്ത്രങ്ങൾ, നല്ല ഭക്ഷണം, നല്ല വീട്, ഇതൊക്കെ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടാണല്ലോ ഇപ്പോൾ വാഹനം. വാഹനം ബിൻഷാദിന് സന്തോഷത്തോടു കൂടിയുള്ള ഒരു വാഹനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും നല്ല സന്തോഷത്തോടുള്ള വാഹനങ്ങൾ എടുക്കാൻ ഫോക്കസ് മോട്ടോഴ്സുമായി ബന്ധപ്പെടുക. അതെ, അത്രയേ ഉള്ളൂ. ഞാനും ഇവിടെ ഉണ്ടാവും, ബിൻഷാദ് ഉണ്ടാവും. അപ്പോൾ എന്നാൽ ശരി, ബൈ.